എറണാകുളം പെരുമ്പാവൂരിൽ ആശാപ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം. മോഷണത്തിനായി വീട്ടിൽ കയറിയ പ്രതി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രതിയെ തിരിച്ചറിഞ്ഞതായും ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇത് എപ്പോഴായിരുന്നു? പകൽ സമയത്താണോ ഈ ലൈംഗിക അതിക്രമം ഉണ്ടായത്? ഈ പ്രതി സംഭവത്തിന് ശേഷം, അതിക്രമത്തിന് ശേഷം എവിടേക്കാണ് രക്ഷപ്പെട്ടത്? മലയാളിയാണ്, പ്രത്യേകിച്ച് നമുക്കറിയാം പെരുമ്പാവൂരിൽ നിന്ന് കേൾക്കുമ്പോൾ സാധാരണ സംശയം തോന്നുന്നത് ഇതര സംസ്ഥാനക്കാരെയാണ്. ഇതാരാണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും കൃത്യമായൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോം, പ്രതി മലയാളി തന്നെയാണ്. പോലീസ് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നാലും പ്രതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഉടനെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. 10-ാം തീയതി രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആശാ വർക്കറായിട്ടുള്ള യുവതി തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു വൃത്തിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. അവരെ പരിചരിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു. ആ സമയത്ത് ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ വീടിന്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടു. അതോടൊപ്പം തന്നെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. ഇവരത് അടുക്കി വെക്കുന്നതിനിടയിലാണ് ഇവിടെ ഒരു മോഷണ ശ്രമത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരോ ഇവിടെ കയറിയെന്ന് അപ്പോൾ തന്നെ യുവതിക്ക് മനസ്സിലാകുകയും ചെയ്തു. ആ സമയത്ത് തന്നെയാണ് നഗ്നനായിട്ടുള്ള ഈ പ്രതി വീട്ടിന്റെ മുറ്റത്ത് നിന്നും ഓടി വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയും പ്രധാന ഡോറ് അടച്ചു കുറ്റിയിടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഈ യുവതി നിലവിളിച്ചു, ഒച്ചത്തിൽ നിലവിളിച്ചു. നിലവിളി പുറത്ത് കേൾക്കാതിരിക്കാൻ പ്രതി യുവതിയുടെ വായിൽ പൊത്തിപ്പിടിക്കുകയും പിന്നീട് വസ്ത്രങ്ങൾ അഴിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ലൈംഗിക അതിക്രമം യുവതിക്കെതിരെ ഈ പ്രതി നടത്തുകയും ചെയ്തത്. പിന്നീട് കുതിറിമാടിയ യുവതി ഉച്ചത്തിൽ നിലവിളിച്ചു. നാട്ടുകാർ ഓടി വരുന്നു. ആ നിലവിളി കേട്ടിട്ടാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. നാട്ടുകാർ വരുമ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് യുവതിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയും പെട്ടെന്ന് തന്നെ പെരുമ്പാവൂർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായി തന്നെ ഒരു മോഷണ ശ്രമം നടന്നതായി മനസ്സിലാകുകയും ചെയ്തു. പിന്നീട് ഈ വീട്ടിന് പരിസരത്തുള്ളതും കടകളിലുമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഒപ്പം യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതും. പ്രതിയിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ആ നാട്ടുകാരൻ തന്നെയാണ്, പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് പ്രതിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു നടന്നത്. പ്രത്യേകിച്ച് സ്ത്രീ ഒറ്റയ്ക്കാണ് വീട്ടിലെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പ്രതി ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഉൾപ്പെടെ സ്ത്രീക്ക് നേരെ നടത്താൻ ശ്രമിച്ചത്. വീട്ടിലെ അരമാല, സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മോഷണം ടോം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നില്ല. കാരണം പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മാത്രമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സ്വദേശി തന്നെയാണ്, പെരുമ്പാവൂർ സ്വദേശി തന്നെയാണ്, മലയാളിയാണ്. അതിനപ്പുറമുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇനി ചിലപ്പോൾ പ്രതിയെ ലൊക്കേറ്റ് ചെയ്ത് അവിടേക്ക് എത്തുമ്പോൾ പ്രതി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. പക്ഷേ യുവതിയുടെ മൊഴിയിൽ നിന്നും മറ്റ് CCTVയുടെ പരിശോധനയിൽ നിന്നും എന്തായാലും പ്രതി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോലീസ് എത്തിയിട്ടുമുണ്ട്. ടോം, ഒരു ചോദ്യം കഴിഞ്ഞു. യെസ്, എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നാമി, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടിലോ സമീപ പ്രദേശങ്ങളിലോ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ഇത് എങ്ങനെയാണ് ഈ പ്രതിക്ക്, ഈ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമമാണ് ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ കടന്നു കളയുന്നു. ഈ പ്രതി എവിടേക്കാണ് പോയതെന്ന് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പോലീസ് എന്തായാലും പ്രതിയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. പ്രതി ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും അധികം താമസിക്കാതെ തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനു മുൻപ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വിവരങ്ങൾ നൽകാമെന്നാണ് പോലീസിൽ നിന്നും അറിയുന്നത്. യുവതിയുടെ വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് ജോലിക്ക് പോയിട്ട് വരുന്ന സമയം ഉണ്ടായിരുന്നുള്ളൂ. ഈ ആശാ വർക്കർ കൂടിയായിട്ടുള്ള യുവതി തൊട്ടടുത്തുള്ള വീട്ടിലെ വൃദ്ധയായിട്ടുള്ള ഒരു വൃദ്ധയെ പരിചരിച്ച ശേഷം തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോഴാണ് വീടിങ്ങനെ തുറന്നു കിടക്കുന്നത് കാണുന്നതും അവിടെ ഒരു മോഷണ ശ്രമം നടന്നതായും യുവതിക്ക് തോന്നുകയും ചെയ്തു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ
ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഒളിച്ചിരുന്ന് നഗ്നനായിട്ടാണ് വീട്ടിലേക്ക് കയറി വന്ന് ഡോറ് കുറ്റിയിട്ട് പിന്നീട് ഈ യുവതിക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടത്തുകയും ചെയ്തത്. വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറാൻ ശ്രമിച്ചു. ഓടിയ ഈ പ്രതിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട യുവതി പെട്ടെന്ന് തന്നെ ഉച്ചത്തിൽ നിലവിളിച്ചത് കൊണ്ടാണ് മാത്രമാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. ആ നിലവിളി കേട്ട് തന്നെ നാട്ടുകാർ വീട്ടിലേക്ക് വരികയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. അതിന് പോലീസ് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. എറണാകുളം പെരുമ്പാവൂരിലാണ് മോഷണത്തിനിടെ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.